തൊഴിലിനും സമ്പത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിക്ക് തൊഴിലുണ്ടെങ്കിൽ സമ്പത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫെങ്ഷുയിലൂടെ എങ്ങനെ നേടിയെടുക്കാം അല്ലെങ്കിൽ പിടിച്ചെടുക്കാം? പിടിച്ചെടുക്കാം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ല. ചിലർക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ട്, ചിലർക്ക് സാമ്പത്തിക നേട്ടങ്ങളില്ല. ചിലർക്ക് നല്ല തൊഴിലുണ്ട്, ചിലർക്ക് നല്ല തൊഴിലില്ല. ഉള്ള തൊഴിലോ എന്നും വിഷയങ്ങളാണ്. അപ്പോൾ ഇത് പല കാരണങ്ങളാൽ ഉണ്ടാവാം. ചിലർക്ക് അവരുടെ കഴിവുകേട് കൊണ്ടുണ്ടാവാം. ചിലർക്ക് നല്ല കഴിവുണ്ടെങ്കിൽ പോലും അവർക്ക് അത് കിട്ടുന്നില്ല. അതൊരു പക്ഷേ അവരുടെ വീടിൻ്റെ വാസ്തുദോഷം കൊണ്ടും ഉണ്ടാകാം. അപ്പം ഇത് നമുക്ക് നമ്മുടെ സൗഭാഗ്യങ്ങൾ, അതായത് നമുക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് ഫെങ്ഷുയിലൂടെ ചില മാർഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമുക്ക് ഫെങ്ഷുയി പ്രകാരം ഒരു വീടിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫെങ്ഷുയി പ്രകാരം എങ്ങനെ കൺസൾട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാസ്തു നോക്കുന്നത് പോലെ തന്നെ ഒരു ചൈനീസ് മെത്തേഡാണ് ഈ ഫെങ്ഷുയി കൺസൾട്ടിങ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ ഏകദേശം കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ ഭയങ്കര വ്യത്യാസങ്ങൾ കാണിക്കുന്നുമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ എടുത്തു. അപ്പം നമ്മൾ വാസ്തു പ്രകാരം കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാനത് വാസ്തുവും ഫെങ്ഷുയും രണ്ടും പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് രണ്ടിനെ പറ്റിയും സംസാരിക്കുന്നത്. അപ്പോൾ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വീടിൻ്റെ ഏതൊക്കെ ദിക്കിൽ ഏതൊക്കെ റൂമുകൾ വന്നിട്ടുണ്ട്, അത് വാസ്തുവിധി പ്രകാരമാണോ അതാത് സ്ഥലങ്ങൾ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2, സൂത്രങ്ങൾ കടന്നു പോകുന്നുണ്ടോ, ബ്രഹ്മസൂത്രവും യമസൂത്രവും കടന്നു പോകുന്നുണ്ടോ. മറ്റൊരു കാര്യം, മൂലകളിൽ ടോയ്ലറ്റുകൾ വന്നിട്ടുണ്ടോ. അടുത്തത്, ഈ വസ്തുവിൽ വീടിരിക്കേണ്ട ഭാഗത്ത് തന്നെയാണോ വീടിരിക്കുന്നത്, ഓരോ മുറ്റത്തിൻ്റെയും കണക്കുകൾ കറക്റ്റാണോ. 4, അതിൻ്റെ ഓരോ സ്ഥലത്തെയും ഭൂമിയുടെ ചരിവ് കറക്റ്റാണോ, അതായത് തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വടക്ക് കിഴക്ക് താന്നാണോ ആ ഭൂമി ഇരിക്കുന്നത്. അടുത്തത്, ആ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വസ്തുവിലേക്ക് കയറാനായിട്ട് അവർ കൊടുത്തിരിക്കുന്ന വഴി ഉച്ചസ്ഥാനത്താണോ, കിണർ കറക്റ്റ് സ്ഥലത്താണോ, മീനൻ രാശിയിലാണോ. അതേപോലെ തന്നെ സെപ്റ്റിക് ടാങ്കുകൾ യഥാസ്ഥലം പറഞ്ഞ സ്ഥലത്ത് തന്നെയാണോ. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വാസ്തു നോക്കി കറക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വാസ്തുവിൻ്റെ രീതികളാണ്. ഫെങ്ഷുയിൽ മെയിനായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ ഷേപ്പ് എടുക്കും. അത് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആകണം എന്നുള്ളത് മസ്റ്റാണ്. 2, ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള എനർജി നോക്കും. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീട്ടിലേക്ക് മറ്റ് വീടുകളിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സമീപത്ത് നിന്നിട്ട് എന്ത് തരത്തിലുള്ള ഒരു എനർജിയാണ് കടന്നു വരുന്നത്. ആ വരുന്ന എനർജി ഈ വീടിനെ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വീട്, ആ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു റോഡുണ്ട്. ഇപ്പോൾ ആ റോഡ് ഈ വീടിൻ്റെ നേരെ വന്ന് കയറിയിട്ട് അവിടെ നിന്ന് 2ആയിട്ട് തിരിഞ്ഞു പോകുന്നു. അതായത് ഫ്രണ്ടിലേക്ക് റോഡ് വരുന്നു, അവിടെ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകുന്നു. ഇതിൻ്റെ നേരെ ഇവരുടെ വീടുമാണ്. ഇതിനെ T റോഡെന്ന് പറയും. ഇത് ഒരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഊർജ്ജത്തെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയും ഈ വീടിൻ്റെ പ്രോസ്പെരിറ്റിയെ ഇത് സാരമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ പരിസരം നമ്മൾ നോക്കി അവിടെ നിന്ന് എന്ത് എനർജിയാണ്. പിന്നെ മറ്റടുത്തുള്ള സമീപത്തുള്ള ഒരു വീടിൻ്റെ കോടി ഇതിനകത്ത് കുത്തുന്നുണ്ടോ, ഇതിനകത്ത് ഏറ്റവും അടുത്ത സ്ഥലങ്ങളിലായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി വരുന്ന എന്തെങ്കിലും നിർമ്മിതികളുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഇനി ഫെങ്ഷുയിൽ അടുത്തായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓടിച്ചെന്ന് 4 വശവും നോക്കി എന്തെങ്കിലും പറഞ്ഞ് ഇനി വരികയല്ല ചെയ്യുന്നത്. വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ എടുക്കും. കൃത്യമായിട്ടുള്ള പ്ലാൻ എടുത്തിട്ട് ആ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുക്കും. ഫ്ലൈയിങ് സ്റ്റാർ എടുത്തിട്ട് ഓരോ മുറികളുടെയും ഫലം അവരെടുത്ത് പറയും. അവർ കുടുംബാംഗങ്ങളിലെല്ലാം കൂടെ ഇരുന്ന് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇതെല്ലാം അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ ഇതാണ്, ഇത് ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഇന്ന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, സാറ് പറഞ്ഞത് ശരിയാണ്. അത് ഈ റൂമിൽ കിടന്നാൽ ഇതിൻ്റെ ഫലം ഇതാണ്. ശരിയാണ്, എൻ്റെ അമ്മ റൂമിലായിരുന്നു കിടന്നത്, അവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. ഈ റൂമിൽ കിടന്നാൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മൂത്ത പെൺകുട്ടി ആ റൂമിലായിരുന്നു, അവർക്ക് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ജോലി കിട്ടി. ഈ റൂമിനകത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഈ വർഷം ഉണ്ടാവും. ശരിയാണ്.
ഈ വർഷം നമുക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉള്ളൊരു വർഷമാണ്. അപ്പോൾ ഓരോ റൂമിൻ്റെയും വ്യക്തമായുള്ള ഫലം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി നമുക്കെന്തെങ്കിലും മോശം അനുഭവങ്ങൾക്കുള്ള സാധ്യത വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ പ്രകാരമുണ്ടെങ്കിൽ അത് നമ്മളെ കൂടുതലും ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളതും പറഞ്ഞു കൊടുക്കും. ഇനി സൗഭാഗ്യങ്ങളെ നമ്മളിലേക്ക് അടുപ്പിക്കാനായിട്ട് ഫെങ്ഷുയിൽ എന്തൊക്കെ ടൂൾസ് ചെയ്യാമെന്നുള്ളതും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ വീടിനെ നമ്മൾ കറക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമ്പത്തും തൊഴിലും വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് മാർഗങ്ങളാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ അതിന് നമുക്ക് 2 രീതിയിൽ കറക്റ്റ് ചെയ്യാം. ഒന്ന്, വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് വാട്ടർ സ്റ്റാർ 1 നിൽക്കുന്ന സ്ഥലം നമ്മൾ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ജലം ഉപയോഗിച്ച്, അതായത് അക്വേറിയമോ വാട്ടർ ഫൗണ്ടനോ ഉപയോഗിച്ച് ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് നമുക്ക് നേട്ടം ഉണ്ടാവും. അതേപോലെ തന്നെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ 9 നിൽക്കുന്ന സ്ഥലം നമ്മൾ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് 2 സ്ഥലവും അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ ബെഡ്റൂമിൽ എന്ത് സ്റ്റാർ നിൽക്കുന്നു, ഇത് നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ എൻട്രൻസിൽ എന്ത് സ്റ്റാർ നിൽക്കുന്ന അറിയില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 3 ബെഡ്റൂം ഉണ്ടായിരിക്കും. അതിൽ 2 ബെഡ്റൂമിലും ആളില്ല, ഒരു ബെഡ്റൂമിലാണ് നിങ്ങൾ കിടക്കുന്നത്. നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂം വളരെ മോശം ഫ്ലൈയിങ് സ്റ്റാർ ഉള്ളൊരു ബെഡ്റൂം ആണെങ്കിലോ, നല്ല പ്രോസ്പെരിറ്റി ഉള്ള സമ്പത്ത് വരുന്ന അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി വരുന്ന മറ്റ് 2 ബെഡ്റൂമുകൾ ഈ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയാതെ പോയതിൻ്റെ പേരിൽ നിങ്ങൾ ഒഴിവാക്കിയിട്ടാക്കിയിരിക്കും. അതായത് നിങ്ങളുടെ സൗഭാഗ്യം നിങ്ങളുടെ തൊട്ടടുത്ത റൂമിലുണ്ട്, പക്ഷേ നിങ്ങളത് കണ്ടില്ല, നിങ്ങൾക്കത് അറിയില്ല. നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒന്നേ അറിയാവൂ, കന്നിമൂല ഭാഗം ഉപയോഗിക്കുക. അതുകൊണ്ട് നിങ്ങൾ കന്നിമൂല ബെഡ്റൂം ഉപയോഗിക്കും. ചിലപ്പോൾ കന്നിമൂല ബെഡ്റൂമിനേക്കാൾ പ്രോസ്പെരിറ്റി ഉള്ള മറ്റൊരു ബെഡ്റൂം ആ വീട്ടിലുണ്ടാവും, പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കാതെ പോകുന്നു. അപ്പോൾ അത് കൃത്യമായി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിന് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക, ഉറപ്പായിട്ടും നേട്ടങ്ങളുണ്ടാവും. ഇനി നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അക്വേറിയം അല്ലെങ്കിൽ ഫൗണ്ടൻ എവിടെ വയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് ചെയ്യാം. അത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ തൊഴിൽ നേട്ടമുണ്ടായാൽ ഉറപ്പായിട്ടും സാമ്പത്തികമായിട്ടും നേട്ടം ഉണ്ടാകും. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോകാം. പ്രധാന വാതിലിനെ ലക്ഷ്യമാക്കി വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ ഒഴിവാക്കാനായി ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സൂപ്പർ ടൂൾ ബാഗ്വ മിറർ. 8 ദിക്കുകളും അതിൻ്റെ സംരക്ഷണവും. ബാഗ്വ മിററിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായി ഓരോ ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസ് വെക്കുന്നത് വളരെ നല്ല റിസൾട്ട് തരുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലായിട്ട് ഇതുപോലെ 2 ഫ്യൂഡോക്സിന് വെക്കാം. ഇത് പ്രധാന വാതിലിൻ്റെ പുറത്തായിട്ടാണ് വെക്കുന്നത്. അതുപോലെ തന്നെ ചിലർ പറയുന്നുണ്ട്, സാറേ വീട് വെച്ചതിന് ശേഷം ഭയങ്കര കണ്ണാണെന്നൊക്കെ പറഞ്ഞ് പരിതപിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പ്രധാന വാതിലിൻ്റെ സമീപത്ത് ടർക്കിഷ് ബ്ലൂ ഐ എന്ന് പറയും, ഇത് നിങ്ങൾക്ക് ഹാങ് ചെയ്യാവുന്നതാണ്. വീട്ടിലേക്കുള്ള ദൃഷ്ടിയെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു ടൂള് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.